കാസർഗോഡ് കരിന്തളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ തുടങ്ങണമെന്ന ആവശ്യം ശക്തമാകുന്നു. മലയോര മേഖലയിലെ സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടും തുടർ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. ദിവസവും 200ഓളം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന കരിന്തളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയ്ക്കായി കെട്ടിടം നിർമ്മിച്ച് 1 വർഷം പിന്നിട്ടിട്ടും തുറന്നു പ്രവർത്തിക്കാൻ നടപടിയായില്ല. 10 പേരെ ഒരുമിച്ച് പ്രവേശിപ്പിക്കാനും കിടത്തി ചികിത്സിക്കാനുമുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയെങ്കിലും സർക്കാർ അവഗണന കാരണം കിടത്തി ചികിത്സ എന്നത് ഇപ്പോഴും നാട്ടുകാരുടെ വിദൂര സ്വപ്നമായി മാറുന്നു. ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിച്ച് ആശുപത്രിയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിന് ആരോഗ്യവകുപ്പിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകണമെന്ന് കിരാനൂർ കരിന്തളം പഞ്ചായത്ത് പ്രസിഡന്റ് വിധുബാല പറഞ്ഞു. 10 പേരെ കിടത്തി ചികിത്സിക്കാൻ ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടും ഈ 24/7 അവേഴ്സ് എന്ന ഞങ്ങളുടെ സ്വപ്നം ഇന്നും പ്രതീക്ഷിക്കാതെ ഫലവത്താകാതെ കിടക്കുകയാണ്. പുതിയ സംസ്ഥാന ഭരണം മാറി വന്നിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ മലയോര ഗ്രാമത്തിൽ ദിവസം 200ഓളം രോഗികൾ നിരന്തരം കടന്നു വരുന്ന ഈ പ്രദേശത്ത് അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കടന്നുപോയാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ പൊതുജനങ്ങളും ബഹുജനങ്ങളും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രയോജനകരമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല. നിലവിൽ പുതിയ ആശുപത്രി ബ്ലോക്ക് മരുന്നുകളും മറ്റ് അനുബന്ധ സാധനങ്ങളും സൂക്ഷിക്കാനുള്ള ഇടമായി മാറിയിരിക്കുന്നു. കിടത്തി ചികിത്സ ആവശ്യമുള്ള മലയോരവാസികൾ കിലോമീറ്റർ അകലെയുള്ള നീലേശ്വരം താലൂക്ക് ആശുപത്രിയെയാണ് ആശ്രയിക്കുന്നത്. പുതിയ സർക്കാരിലും വകുപ്പ് മന്ത്രിയിലും പ്രതീക്ഷയർപ്പിക്കുകയാണ് മലയോര ജനത. രജീഷ് കുളങ്ങരയോടൊപ്പം റിപ്പോർട്ടർ, കാസർഗോഡ്.